ഒന്ന് സപ്രസ് ചെയ്യാനാണ്. സപ്രസ് ചെയ്തില്ലെങ്കിൽ ഇവന്മാരൊക്കെ വന്നിട്ട് നമ്മളെ ഡിപ്രസ് ചെയ്യും. അതാണ് ക്യാരക്ടർ. ഈ സീരിയലിലൂടെ ഇതിലൂടെയൊക്കെ കാണിക്കുമ്പോൾ ഈ കൊച്ചി വളരുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലും, ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ അവൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു 2 ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഈ 2 ക്യാരക്ടേഴ്സ് എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് ആ കൊച്ചിനുണ്ടായിക്കോണമെന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ പ്രേംകുമാർ പുള്ളി പറഞ്ഞിട്ടുള്ളത് അതാണ്. അതൊരു എൻഡോസൾഫാൻ പോലെയാണ് എന്ന് പറഞ്ഞത് അതാണ്. സീരിയലിലൂടെ വന്ന ആൾ എൻഡോസൾഫാൻ എന്ന് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവം ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ പ്രേംകുമാറും ധർമ്മജൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ വട്ടക്കിളകുമല്ലോ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ധർമ്മജൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ ഒരു പ്രസൻസ് തെളിയിക്കുന്നതാണോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് തെളിയിക്കുന്ന പോലെ, അതായത് ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു 7 ദിവസമായി. നമ്മുടെ ബറോസിൻ്റെ വീഡിയോ ഇട്ടു, ട്രെയിലർ. അത് കഴിഞ്ഞ് ഇന്നാണ് ഇടുന്നത്. എനിക്കിതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് ഇതിൽ സമയം കിട്ടുമ്പോൾ ഇതിലോട്ട് വരുന്നു. പക്ഷേ ധർമ്മജൻ്റെയൊക്കെ കാര്യം അങ്ങനെയല്ല. ധർമ്മജൻ എന്ന് പറയുമ്പോൾ സിനിമ, സീരിയൽ ഇതിലൂടെയൊക്കെ കലയിലൂടെ ജീവിക്കുന്ന ആൾ എന്നൊക്കെ പറയാം. കല ഇവരുടെ ഒരു മറയാണല്ലോ കല. എന്താണ് ഈ കല? സീരിയൽ ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞത് എല്ലാ സീരിയലിനെയും മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് പുള്ളി എവിടെയും പറഞ്ഞിട്ടില്ല. അയാളുടെ വളർച്ച കണ്ടിട്ട് ഇയാൾക്ക് സഹിക്കുന്നില്ല, അത്ര തന്നെ. ധർമ്മജന് പ്രേംകുമാറിൻ്റെ ഈ ഒരു പോസ്റ്റ് കിട്ടിയല്ലോ, ചലച്ചിത്ര അക്കാദമി, അത് സഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് പുള്ളി ഇട്ടു. സ്ഥാനം കിട്ടിയ കൊണ്ട് തലയിൽ കൊമ്പില്ലല്ലോ, അവിടെ തന്നെ വിസിബിളാണ് സംഭവം. എന്താ വാടേ ധർമ്മജ ഇത്? തനിക്കും സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇത്രയും അംഗീകാരം തനിക്ക് 10-15 കൊല്ലം മുമ്പ് ഇല്ലല്ലോ, ഉണ്ടോ? പ്രേംകുമാർ എന്ന് പറയുന്ന ആൾ എത്ര കാലമായിട്ടുണ്ട് സിനിമയിൽ? എത്രയോ നാൾ പുള്ളി ഒന്നുമില്ലാതെ, അതായത് സിനിമയൊന്നും ഇല്ലാതെയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്കൊരു സ്ഥാനം കിട്ടുമ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതിപ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടായ മക്കളാണെങ്കിൽ അത് ഒരു സ്വാഭാവികം വരുന്നതാണ്. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത്, ഇപ്പോൾ ട്വിൻസൊക്കെ ആണെങ്കിൽ ഒരേ സമയത്താണ് ജനിച്ചത്, പക്ഷെ അവൻ പ്രസിഡൻ്റായി, ഞാനിവിടെ തൂപ്പുകാരനാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അസൂയപ്പെടുകയാണെങ്കിൽ അതിലൊരു ന്യായമൊക്കെ ഉണ്ട്. ധർമ്മജന് ഇതിനകത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട ഒരു കാര്യവുമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രേംകുമാർ എന്ന് പറയുന്ന ആൾ എത്ര കാലമായിട്ട് അയാൾ സിനിമയിലുള്ളത്? 80s 90s മുതലേ ഉണ്ട് പുള്ളി. എത്ര സിനിമകളിലുണ്ട് പുള്ളി. ജഗദീഷ് പോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ പ്രേംകുമാർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു അടാറ് ലുക്കൊന്നുമില്ല. ഇപ്പോൾ ബൈജുവിന് ലുക്കുണ്ട്, എന്നാലും ബൈജുവിന് അത്രയ്ക്കൊന്നും ആ സമയത്ത് ഒരുപാട് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. 90s കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബൈജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്രതിഭ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ബൈജുവിന് ആ ഒരു ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പ്രേംകുമാറിന് കിട്ടിയ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് അത് കണ്ട് അസൂയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ജയറാം അല്ലെങ്കിൽ സുരേഷ് ഗോപി സാർ ഇപ്പോൾ MP അല്ലെങ്കിൽ പുള്ളിക്ക് വരെ അതിലൊരു ഇറിറ്റേഷൻ ഉണ്ടായിക്കാണും. കാരണം പുള്ളിക്ക് അങ്ങനെ ഈ ആൾക്കാർക്ക് ഓരോ സ്ഥാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അസൂയ ഒക്കെ വരുന്ന ഒരാളാണ്. സുരേഷ് ഗോപിയെ ഞാൻ ആക്ഷേപിക്കാമെന്നല്ല, അതാണ് പുള്ളിയുടെ ക്യാരക്ടർ. അപ്പോൾ ഈ ധർമ്മജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോരോ പരിപാടിയുണ്ട്. ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരും. പുള്ളി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദമാവും. എന്താ പാടെ, നിർത്തിയിട്ട് പൊക്കൂടെ? എല്ലാ സീരിയലും എൻഡോസൾഫാൻ ആണെന്ന് പ്രേംകുമാർ പറഞ്ഞോ? അല്ല, പുള്ളി പറഞ്ഞത് വെരി ക്ലിയറാണ്. അതായത് ഈ സെൻസറിങ്ങിനുള്ള സമയം കിട്ടുന്നില്ല. OTT പ്ലാറ്റ്ഫോംസിലൊക്കെ റിലീസാവുന്നത് പെട്ടെന്ന് എടുത്തങ്ങ് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ എടുത്ത് റിലീസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു കൺട്രോൾ വേണം, അവർക്ക് തന്നെ ഒരു കൺട്രോൾ വേണം എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ. അത്രയും പോലും പറയാൻ പാടില്ലേ? രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മഹാൻ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും കണ്ടില്ലല്ലോ ഈ ധർമ്മജനെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ രഞ്ജിത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കർണകുറ്റിക്ക് അടിക്കുന്നതും അടിക്കാതെ അടിക്കുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ അവരൊക്കെ ചെയ്യുന്ന ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാനാണ്, ഒന്ന് സപ്രസ് ചെയ്യാനാണ്. സപ്രസ് ചെയ്തില്ലെങ്കിൽ ഇവന്മാരൊക്കെ വന്നിട്ട് നമ്മളെ ഡിപ്രസ് ചെയ്യും. അതാണ് ക്യാരക്ടർ. എന്ത് വേഗം മനുഷ്യനൊക്കെ എന്തിനാ? അയാൾ എന്താ ഇപ്പോൾ തെറ്റായിട്ട് എന്താ പറഞ്ഞ അയാൾ? പരാമർശം സതുദ്ദേശപരം.
പ്രേംകുമാർ ഭയങ്കര മലയാളമാണ്. എന്തോടെ ഇത് കടിച്ചാൽ പൊട്ടാത്ത സംഭവങ്ങളൊക്കെ ആയിട്ട് പുള്ളി. പക്ഷെ അത് രസമുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു കാര്യമല്ലേ, ഒരാൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത്രയും ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് അയാൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് പ്രശ്നം എന്താ? വിമർശനത്തിൽ ഇല്ല, വിമർശനത്തിൽ അസഹിഷ്ണുത ഇല്ല. വാട്ട് എ ബ്യൂട്ടി. ഇങ്ങനത്തെ വാക്കുകളൊക്കെ പോരട്ടെ ഭായി. നമ്മൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അഖിൽ മാരാറിൻ്റെ കുറേ വാക്കുകൾ, എനിക്ക് അത്രയ്ക്കും വലിയ മലയാളം നോളേജ് ഒന്നുമില്ല. നമുക്കുള്ള നോളേജ് വെച്ച് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഈ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മോക്ക് ചെയ്തല്ലോ പ്രേംകുമാറിനെ നമ്മുടെ ധർമ്മജൻ. അതിനുള്ള മറുപടിയാണിത്. ഇതിന് ഇനി വേറെ വല്ലവരുടെ അടുത്തൊക്കെ ചോദിച്ച് വരുമായിരിക്കും മറുപടിയായിട്ട്. അതോ ഈ ലൂപ്പ് ഇവിടെ നിൽക്കുമോ എന്നറിയില്ല. എന്ന് വേണമെങ്കിലും ഇത് ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്, ആവശ്യകത ഇല്ലാത്തവർ ഞാനൊന്ന് പറഞ്ഞ് ശ്രമിച്ചതാണ്. എന്തോ അല്ലേ. പ്രേംകുമാർ വേറെ ഒരു കാര്യവും പറയുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പേ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് ഈ സീരിയൽ എന്ന് പറയുന്നത്. ഈ വീട്ടിലെ ഈ പെണ്ണുങ്ങൾ, വീട്ടിലെ ഈ കൊച്ചുകുട്ടികൾ, കാരണം അമ്മ കാണുമ്പോൾ മകളും കാണുമല്ലോ. അപ്പോൾ ഈ പൊളിറ്റിക്സും കാര്യങ്ങളും, ഈ വീട്ടിലുള്ള പൊളിറ്റിക്സ്, ഈ അമ്മായിയമ്മ മറ്റേ മരുമകൾ, ഇവർ തമ്മിൽ അടി, ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് സംഭവമാണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ A സർട്ടിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ U ഉണ്ട്, പിന്നെ ഏജ് ഗൈഡൻസ് ഉണ്ട്. പക്ഷേ സീരിയലിനതൊന്നും ഇല്ല. സീരിയൽ വീട്ടിൽ സുലഭമായിട്ട് ഇരുന്ന് കാണുന്ന ഒരു സംഭവമാണ്. വീട്ടിലിരുന്ന് കാണുമ്പോൾ ഒരു 10 വയസ്സായ കുട്ടി പോലും കണ്ട് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയും മറ്റേ മരുമകളും തമ്മിൽ ചേരില്ല കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കൊച്ചിങ്ങനെ ആലോചിക്കും, നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ വളരുമ്പോൾ ഞാനും ഒരു മരുമകളാവുമല്ലോ. ആൺപിള്ളേർ അങ്ങനെ വലുതായിട്ട് സീരിയലിൻ്റെ ഫാനല്ല. അവരിങ്ങനെ വെളിയിൽ കളിക്കാനും കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോവും. ഞാൻ പറയുന്ന എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ആണെന്നല്ല കേട്ടോ. അപ്പോൾ ഇത് ഇനി എൻ്റെ ചാനലിന് വലിയ റീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വിവാദമൊന്നും ആവാൻ പോകുന്നില്ല. കൂടി വന്നിട്ട് 2 പേര് വന്ന് കമൻ്റ് എഴുതിയിടും, നീ ഏതാടാ മെയ്രെ, നീ ഏതാടാ ഊളെ. ഇങ്ങനെ കുറേ ഊളന്മാരെ കുറിച്ച് ഞാൻ ഒരാഴ്ച മുമ്പേ ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ്. അത് പോട്ടെ. ഒരുപാട് സ്ത്രീകൾ ഇതിൽ നിന്ന് ഒരു പ്രചോദനം പോലെ, അതായത് അമ്മായിയമ്മ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ക്യാരക്ടറാണ് എന്ന് കാണിച്ച്, കാരണം ഇവർക്ക് സീരിയൽ വിറ്റ് പോകണമെങ്കിൽ, അതായത് ഇപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ബിഗ് ബോസ്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഏകദേശം ഉണ്ട്. ഇപ്പോൾ ഈ ബിഗ് ബോസ് വിജയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിയാലിറ്റി ഷോ ആണ്. ആൾക്കാർ റിയലായിട്ടുള്ള അവരുടെ സ്വഭാവം കാണിക്കുകയാണ്. ആൾക്കാർ തമ്മിലടി കാര്യങ്ങളും, ഈ തമ്മിലടിയൊക്കെ കാണാൻ നമുക്ക് പൊതുവേ മനുഷ്യൻ്റെ ഒരു ഇതാണ്, ഒരു കോമൺ ഫാക്ടറാണത് തമ്മിലടി. ആൾക്കാർ തമ്മിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസിലും ഒക്കെ ഈ പരിപാടി ഉണ്ട്. അതായത് അവിടെ അടി നടന്നു, 2 പേര് തമ്മിൽ അടിയായി, തല്ലായി, അതൊക്കെ അത് അവസാനം പ്രാങ്കാന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര റീച്ചൊക്കെയാണ് അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഈ അടി കാണിക്കുക എന്ന് പറയുമ്പോൾ തമ്മിലടി, ഇതൊരു സ്ഥിരം ഫോർമുലയാണ് നമ്മുടെ സീരിയൽസിലെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഫോർമുലയാണ്. അപ്പോൾ അതാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് മെയിനായിട്ട്. കാരണം ഇവരുടെ സംഭവം വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഫോർമുലയുണ്ടല്ലോ, സ്ഥിരം ഫോർമുല എന്ന് പറഞ്ഞാൽ പാട്ട് വേണം, നല്ല നടന്മാർ നടിമാർ വേണം, പിന്നെ 1-2 കോമഡി വേണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കോമഡി വേണം. പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ഓരോരോ ഫോർമുല ഉണ്ടല്ലോ. അതുപോലെ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും അതായത് 90% സീരിയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അമ്മായിയമ്മ ഒരു മരുമകൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അത് ചെറിയ ചെറിയ സീരിയൽ, അതായത് ഒരാഴ്ചയിൽ ഇപ്പോൾ ഈ മെഗാ സീരിയൽ പോലെ അല്ലാതെ ഇപ്പോൾ ഈ TV ഷോസ് ഉണ്ടല്ലോ, ഈ ഉപ്പും മുളകും അതുപോലത്തെയൊക്കെ, അതായത് കണ്ടിന്യൂവേഷൻ ഇല്ലാതെ ഓരോ ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കുന്ന ആണെങ്കിൽ പോലും അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ കാണിക്കും. അതൊരു സംഭവമാണത്. അപ്പോൾ അത് പ്രേംകുമാർ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. സീരിയൽ മാത്രമല്ല, ഒരുപാട് എല്ലാ സിനിമ എല്ലാം പൊതുസമൂഹത്തെ ഇൻഫ്ലുവൻസേ ചെയ്യില്ല എന്ന് പറയുന്ന ചില വലിയ മഹാനായ വ്യക്തികളുമുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരുപാട് ക്രൗഡ്, കാരണം അവരെ ഞാൻ ആക്ഷേപിക്കുകയല്ല, അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള പവറും കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അവർ മനുഷ്യരല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനത്തെ ഈ സ്ത്രീകളൊക്കെ, കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഡെവിൽസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഐഡിയൽ മൈൻഡ് ഇസ് എ ഡെവിൽസ് വർക്ക്ഷോപ്പ്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭർത്താവും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇവർ ഈ ടോക്സിക് ആയിട്ടുള്ള സംഭവം കാണുമ്പോൾ, ഈ ബിഗ് ബോസ് പരിപാടി, നിങ്ങൾ ബിഗ് ബോസിൽ ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ഒരു അടി ഉണ്ടാക്കണമെന്നൊക്കെ തോന്നും ആരോടെങ്കിലൊക്കെ. അത് ഷോ ആണെന്ന് നമുക്കറിയാം. എന്നാലും
അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് സത്യമാണ്. പുള്ളി പറഞ്ഞത് ഈ എൻഡോസൾഫാൻ പോലെയെന്ന് പുള്ളി അത് എടുത്തു പറയുന്നുണ്ട്. എല്ലാ സീരിയലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ധർമ്മജനെ പോലത്തെ ആൾക്കാർ 2-3 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞത് സത്യമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം പൊതുസമൂഹത്തിൽ അവരെ ഫുള്ളായിട്ട് മാറ്റാൻ പറ്റില്ലെങ്കിലും ഈ ഒരു സീരിയൽ കാരണം ഒരു 10% അല്ല ഒരു 5% ഒരാളുടെ ആറ്റിറ്റ്യൂഡിൽ ഈ സെൻസറിങ് പ്രോപ്പർ അല്ലാത്ത കൊണ്ട് ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? അതൊരു വേണ്ടാത്ത കാര്യമല്ലേ? അതൊരു ആവശ്യമുള്ള കാര്യമാണോ? ഇല്ല. ഇത് സീരിയൽ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ്. എൻ്റർടൈനിങ് ആയിട്ട് കണ്ടാലും അതിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ സിനിമ തന്നെ, ഇപ്പോൾ ഈ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് ഉണ്ണിമൂന്നൻ്റെ. അതിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻസാണ്. വയലൻ്റായിട്ട് ഒരു പടം എടുക്കണമെന്നുള്ള, മലയാളത്തിൽ അങ്ങനെ ഒരു പടം വരണം, അത് കാണണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് എന്തിനാണ്? വയലൻസ് വേണ്ടെന്ന് പറയുന്നത്. സിഗരറ്റ് വേണ്ട, മറ്റേ കള്ള് വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ എഴുതി കാണിക്കാറുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് വേണ്ട, കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് വേണ്ട എന്നും കാണിക്കാറുണ്ട്. പക്ഷേ സാധാരണ വയലൻസ് അത് വേണ്ടെന്ന് എവിടെയും കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ സീരിയലിൽ വയലൻസ്, അങ്ങനത്തെ വയലൻസ്, ഇടിയും ഇതൊക്കെ കുറവാണെങ്കിലും മെൻ്റലി ഉള്ള വയലൻസ്, അതായത് ഒരാൾക്കെതിരെയുള്ള ഗൂഢാലോചന, കല്യാണം കഴിച്ച് വരികയാണ്, അപ്പോൾ അമ്മായിയമ്മ മരുമോൾ, ആ ഒരു ടോപ്പിക്ക് തന്നെ മിക്ക സീരിയലുകളിലും അതൊരു ഇതാണ്. അപ്പോൾ അത് കാരണം തന്നെ ഈ മെയിനായിട്ട് ഈ ആൺപിള്ളേർ അത് വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ആവശ്യമാണോ? കാരണം പിന്നെയും പറയുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ, അതായത് അമ്മായിയമ്മ മരുമോൾ, 10 വയസ്സുള്ള ഒരു കൊച്ചിനെ അമ്മായിയമ്മ എന്നുള്ള ഒരു ക്യാരക്ടറിനെ അവർ കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടുള്ളത് അവളുടെ മുത്തശ്ശിയും അവളുടെ മുത്തശ്ശനും ഒക്കെയാണ് അവൾ കണ്ടിട്ടുള്ളത്. അവൾക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ നോക്കി അങ്ങനെ ആണോ എന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഇതിലൂടെയൊക്കെ കാണിക്കുമ്പോൾ ഈ കൊച്ച് വളരുമ്പോൾ, ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലും, ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ അവൾ ചിന്തിക്കുമ്പോൾ, ഈ ഒരു 2 ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ, ഈ 2 ക്യാരക്ടേഴ്സ് എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് ആ കൊച്ചിന് ഉണ്ടായിക്കോണമെന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ പ്രേംകുമാർ പുള്ളി പറഞ്ഞിട്ടുള്ളത് അതാണ്. അതൊരു എൻഡോസൾഫാൻ പോലെയാണ് എന്ന് പറഞ്ഞത് അതാണ്. അല്ലാതെ എല്ലാ സീരിയലിനെ കുറിച്ചും ഒന്നും അല്ല പുള്ളി പറഞ്ഞത്. അത് ധർമ്മജനും അറിയാം. ധർമ്മജൻ അത് മനസ്സിലാക്കാൻ പറ്റാത്ത മാത്രം ഒരു പൊട്ടനൊന്നല്ലെന്ന് നമുക്കും അറിയാം. പക്ഷേ അവർക്കൊരു മൈലേജ്, ഇതിൻ്റെ ഇടയിൽ മറ്റേ ഗോൾ അടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്ത് വെച്ചാണ് ഈ സംഭവം. അല്ലാതെ ഇതിനകത്ത് വലിയ അടിയും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് കണ്ടിന്യൂ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് വേറെ അജണ്ടയുണ്ടല്ലോ, അവർക്ക് ആ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഇയാൾക്ക് ഈ പോസ്റ്റിംഗ് കിട്ടിയല്ലോ. ഇതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പോസ്റ്റിംഗ് കിട്ടിയത് രഞ്ജിത്ത് കാരണമാണ്, അല്ല വേറെ ചില ആൾക്കാർ കാരണമാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണമാണ് പ്രേംകുമാറിന് ഇത് കിട്ടിയത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ എന്താണേലും ഉണ്ടാവും. ഇതിപ്പോൾ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ നാട്, നമ്മുടെ കൊച്ചു പിള്ളേരുടെ ജീവിതത്തിൽ വരെ ഉണ്ട് പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. എന്താണേലും ഇവരിങ്ങനെ പറയട്ടെ, നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടാം. താങ്ക് യു.